തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്നിട്ട് എങ്ങോട്ട് പോവും? നിന്റെ കൂടെ വരും. നമുക്ക് ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കാം. വാടക വീട് മുത്തശ്ശി കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, അത് മോൻ എടുക്കത്തില്ലേ? ഓ, അപ്പോ ഞാൻ എടുക്കുന്ന വീട്ടിലേക്ക് വരാനായിരിക്കുന്നു. അതെ. എന്താ നിനക്കത് സന്തോഷമല്ലേ? പിന്നെ സന്തോഷമാണ്. മുത്തശ്ശിയോടെ താമസിക്കാന്നുള്ള എന്റെ എക്കാലത്തെ വലിയ മോഹം. അത് സാധിക്കാൻ കിട്ടുന്ന അവസരം ഒരു ഭാഗ്യമല്ലേ? നിന്നെ പോലൊരു മോനുള്ളതാ എന്റെ ബലം. അതുകൊണ്ടല്ലേ എന്റെ മോനെ എനിക്ക് ആ മനോഹരനോട് പോയി പണി നോക്കാൻ പറയാൻ പറ്റിയത്. ഓ, പാർവതി വരട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അതാ നല്ലത്. നിരഞ്ജൻ, ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഇന്നലെ ഇവിടെ കണ്ടില്ല. ഞാൻ വീട്ടിലായിരുന്നു, അമ്മയോടൊപ്പം. അല്ലേ, എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടു. ഉണ്ടായിരുന്നു. എന്ത് ഫംഗ്ഷനായിരുന്നു? ഇതെന്താ പോലീസ് സ്റ്റേഷനാണോ? ചില പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെയാണല്ലോ ഓരോന്ന് ചോദിക്കുന്നത്. എന്നാൽ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കാം. ഇന്നലെ അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിലോ? അതെ, ഓർമ്മയില്ലേ? ആ, പോയിരുന്നു. ആരായിരുന്നു കൂടെ? ആര്? നിരഞ്ജൻ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ നിരഞ്ജന്റെ കൂടെ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ആര്? വീണ്ടും നുണ പറയുകയാണ്. ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? നിരഞ്ജൻ, വ്യക്തമായ വിവരങ്ങൾ കൈവശമില്ലാതെ ഒന്നും ഞാൻ ചോദിക്കില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കും. ഇന്നലെ നിരഞ്ജൻ അമ്പലത്തിൽ പോയിരുന്നു, കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. സ്ത്രീയോ? ആരാ ഇതൊക്കെ സാറിനോട് വിളിച്ചു പറയുന്നത്? ഇതാണ് ആ സ്ത്രീ. അപ്പൊ ഇതോ? ഓ, അപ്പോഴേക്കും ഇതിവിടെ എത്തിയോ? ആരാ ഇത്? എൻ്റെ ഒരു പഴയ ഫ്രണ്ടാ, അമ്പലത്തിൽ വെച്ച് കണ്ടു. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. ഞാനത് വിശ്വസിക്കുന്നില്ല നിരഞ്ജൻ. ഒന്നാമത്, തനിച്ച് അമ്പലത്തിൽ പോകുന്ന ശീലം നിരഞ്ജനില്ല. അഥവാ പോയാൽ തന്നെ അവിടെ വെച്ച് ആകസ്മികമായി കണ്ട ഒരാളാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അമ്പലത്തിൽ പോയതെന്ന് ഉറപ്പാണ്. അത് ഈ മുഖഭാവത്തിൽ തന്നെ ഉണ്ട്. നിരഞ്ജൻ, എൻ്റെ മോളെ ചതിക്കരുത്. സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാനൊരു ഡോക്ടറല്ലേ, പലരുമായിട്ടും എനിക്ക് അടുപ്പമുണ്ടായിരിക്കില്ലേ? ഒരു സ്ത്രീയോടൊപ്പം കണ്ടുവെന്ന് വെച്ച് അത് ഇത്ര ഇഷ്യൂ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുവരെ ഞാനതൊരു ഇഷ്യൂ ആക്കിയിട്ടില്ല. ആക്കാനുള്ള സാഹചര്യം നിരഞ്ജനായിട്ട് ഉണ്ടാക്കരുത്. ഇതൊന്നും അക്ഷരം അറിഞ്ഞിട്ടില്ല. അവളോടൊന്നും പറയണ്ട. എവിടെ? എന്ത്? അല്ല, ഗിഫ്റ്റ്. ഏത് ഗിഫ്റ്റ്? വെറുതെ കളിയാക്കല്ലേ. ഇന്നലെ ഗിഫ്റ്റ് മേടിച്ചോന്നൊക്കെ ഞാൻ അറിഞ്ഞു. ആര് വാങ്ങി? ഞാനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോ കാഞ്ചനപ്പച്ചി കണ്ടതോ? ഗിഫ്റ്റ് കടയുടെ മുമ്പിൽ വെച്ച് കണ്ട ഗിഫ്റ്റ് വാങ്ങിയെന്നാണോ അതിനർത്ഥം? ഇനി വാങ്ങിയെന്ന് തന്നെ വെക്കും. അത് നിനക്കുള്ളതാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്കല്ലാതെ പിന്നെ ആർക്കാ? എനിക്ക് ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലേ, അവിടെ കൊണ്ടുപോയതായിക്കൂടെ? അത് ഞാൻ ഓർത്തില്ല. ഞാൻ കരുതി. സോറി, എന്റെ മിസ്റ്റേക്കാണ്. സോറി.
വന്നപ്പോ സാറിന്റെ വക ചോദ്യം ചെയ്യലും ഇപ്പൊ മകളുടെ വകയും